കോൺഗ്രസിനോട് വീഴ്ച പറ്റിയിട്ടുണ്ടാവും, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്, അന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ വോട്ടർ പട്ടിക ഉണ്ടായത്, തയ്യാറാക്കിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ ഇതൊക്കെ വളരെ കൃത്യമായി ഈ തന്ത്രങ്ങളൊക്കെ സ്വന്തം നിലയിൽ എന്തെങ്കിലും വിശദീകരണം പറയാൻ, അല്ലെങ്കിൽ ന്യായം പറയാൻ, അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഒന്നും കയ്യിലില്ലാതിരിക്കെ എതിർപാളയത്തിൽ നിന്ന് ഒരാളെ കണ്ടെത്തുക, അതൊക്കെ BJPക്ക് വളരെ നിഷ്പ്രയാസം നടത്താൻ പറ്റുന്ന കാര്യങ്ങളാ. അതിന് പറ്റിയൊരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കർണാടകയിലുണ്ട്. അവിടെ സിദ്ധാരാമയ്യ മുഖ്യമന്ത്രിയും DK ശിവകുമാറും തമ്മിൽ അധികാരപ്പോര് നടന്നുകൊണ്ടിരിക്കുക. സിദ്ധാരാമയ്യെ മാറ്റിയിട്ട് ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള വലിയ ആവശ്യമോടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ രാജണ്ണ എന്ന് പറയുന്ന മന്ത്രി സിദ്ധാരാമയ്യയുടെ ഏറ്റവും അടുത്ത ആളാണ്. അപ്പൊ PCC പ്രസിഡന്റാണ് ശിവകുമാർ. അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ പത്രിക പുതുക്കുന്ന ജോലി നടന്നത്. അപ്പൊ കർണാടക PCC പ്രസിഡന്റ് എന്ന നിലയിൽ ശിവകുമാർ വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല, അദ്ദേഹത്തിന് പരാജയം സംഭവിച്ചു എന്ന് വരുത്താൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് ഈ രാജണ്ണ നടത്തിയത്. അതിന്റെ പിന്നിൽ ആരായിരുന്നുവെന്ന് ഈ കുത്തിരിച്ചോറുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.